വിജയ ഓ കെട്ടിയ പാലിലൊടുക്കണം. നിന്റെ മനസ്സ് ഇത്രമാത്രം കല്യാണം എന്നാ എനിക്ക് മനസ്സിലായത്. ആളുകൾ എന്നെയായിട്ട് പെരുമാറുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഓടി രക്ഷപ്പെട്ടില്ലേ? ദിവസവും രാവിലെ രാവിലെ കുറെ ദൂരം ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ? എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. നിന്നെ അവര് മൃഗീയമായി മർദ്ദിച്ചു കാണുമല്ലേ? മർദ്ദനം മാത്രോ? എന്റെ കഴുത്ത് കിടന്ന 2 പവന്റെ മാല അവന്മാർ ഊരിയെടുത്തു. എരന്ത് പോന പശുമാടുക്ക് ബദല ഇന്ത മാല പോതെന്ന് പറഞ്ഞു. അല്ല, മാല കൊടുത്തതുകൊണ്ടാ തടി രക്ഷപ്പെട്ടത്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ 2-3 മാല വാങ്ങിച്ച് കഴുത്തിലിട്ടോ. എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, നീ വല്ല എടുത്ത് വെക്കേ. എന്താ ഒന്നുമില്ലേ? ഉണ്ട്, വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓ, എങ്കിൽ വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ. നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി. കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദിരാശി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്. വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സാരമില്ല. ദൂരം എന്ന് വെച്ചാ എവിടാ? ബോംബെക്കാ? ഹേയ്, പിന്നെ ഇവിടെ ഡൽഹിക്കാ? അവിടെ ഒന്നുമല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 10-20 മണിക്കൂർ പ്ലെയിനില് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസ് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. അമേരിക്ക. Hello, Mr. Ramdas. Hearty congratulations. Thank you. Hello, Das. Congratulations. Thank you, thank you. Hello, Das. எப்ப அமெரிக்கா போறீங்க? I should get my papers ready. Oh. Sir, congratulations. Thank you. நம்ம ஆபீஸ்க்கு இது famous, sir. Hello. Thank you. Oh, thank you, thank you. Thank you. ஆமா, அமெரிக்கா போறீங்கல்ல? ஏன் விஜய் உங்க கூட வரலையா? நான் மட்டும் போனா போது கமிஷன் சொன்னாங்க. ஆனா அமெரிக்கையில வந்து கொஞ்சம் சாய்ப்பங்கிட்ட எல்லாம் பேசணுமே. அப்ப இங்கிலீஷ் தெரிஞ்ச ஒரு ஆளாகும்போ இவருக்கு நிறைய வாங்கிடு. இவருக்கு இங்கிலீஷ் தெரியாதே, அதனால. அது கரெக்ட், அது கரெக்ட். ஓ, தேங்க்யூ. നീ എന്താ ഓഫീസിൽ എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയലും? മീൻ അവിയലും ഭയങ്കര മനോഹരായിരിക്കും. കുളിച്ചു വാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസ, ഈടായി നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞുപോയി. തന്നെ? വല്ലാണ്ട് മെലിഞ്ഞുപോയി. ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ? അമേരിക്ക, 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 അമേരിക്ക. നോ, സ്റ്റോപ്പ് ഇറ്റ്. ഹു ആർ യു? മദ്രാസ് സ്റ്റുഡിയോയുടെ ഫോട്ടോഗ്രാഫറാണ് സർ. നോ, ഫോട്ടോ എടുക്കരുത്. എടുത്തോട്ടെ സാർ. പാടില്ല മിസ്റ്റർ രാംദാസ്. നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായിരിക്കണം. ഏയ്, ഇവിടുത്തെ പത്രത്തിൽ ഒരു ഫോട്ടോ വന്ന് വെച്ച് അമേരിക്കയിൽ ഇരിക്കുന്ന കള്ളന്മാർ എങ്ങനെ അറിയാനാണ് സാർ? പാവം പത്രക്കാർ സാർ. എടുത്തോട്ടെ. ഓക്കെ. ഫോട്ടോ എടുക്കുന്നത് കൊള്ളാം. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം. കൂടെ CD രാംദാസ് അമേരിക്കയിലേക്ക് എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഒരു ന്യൂസും. ഓക്കെ. വൺ മിനിറ്റ്. എന്റെ ഫോട്ടോ. ഓക്കെ. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം. ഓക്കെ സർ. കമോൺ കമോൺ. ഫോട്ടോ വേണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. നമ്പർ 1,
അവിടെ ഇന്ത്യൻ എംബസി ജോലി ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ശിവദാസ മേനോൻ എയർപോർട്ടിൽ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരും. അതിന് ഞങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ സർ. ദാറ്റ് ഈസ് നമ്പർ 2. തമ്മിൽ ആള് തെറ്റാതിരിക്കാൻ വേണ്ടി അയാൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. സിഐഡികളാവുമ്പോ എപ്പോഴും ഒരു കോഡ് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സർ കോഡ്? മേനോൻ നിങ്ങളോട് ചോദിക്കും സാധനം കയ്യിലുണ്ടോ എന്ന്. അപ്പൊ നിങ്ങളുടെ കോഡ് സാധനം കയ്യിലുണ്ട്. അതെ, മേനോൻ സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് എന്നോട് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് ഞാൻ പറയണം. കറക്റ്റ്. ദാറ്റ്സ് ഗുഡ്. മൊത്തത്തിൽ രസമുണ്ട്. ഇനി ഇപ്പൊ മേനോൻ വന്നില്ലെങ്കിലും ഈ കോഡുമായി മറ്റാരെങ്കിലും പുള്ളിക്കാരൻ അയച്ചു എന്ന് വരും. അതായത് ആളിന്റെ മുഖമല്ല പ്രധാനം, കോഡാണ്. London, New York by AI സമയമായി. 101 ഓക്കെ ബോയ്സ്, ഒക്കെ അറിയാമല്ലോ. എന്റെ മാത്രം ഉറപ്പിന്റെ പേരില നിങ്ങളെ ഈ അന്വേഷണത്തിന് അയക്കുന്നു. വിജയപതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് വിജയശ്രീലാളിതരായിട്ട് തിരിച്ചു വരണം. പോലീസ് വകുപ്പിന്റെയും നമ്മുടെ മാതൃരാജ്യത്തിന്റെയും മാനം കാക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മലയാളി മോന്തയുള്ള ഒറ്റയാളെയും കാണാനില്ലല്ലോ ഇവിടെ. ആ കമ്മീഷണറുടെ ഏർപ്പാടല്ലേ, നമ്മൾ ചുറ്റുമെന്നാ തോന്നുന്നത്. ഏയ്, നമ്മുടെ ഈ സേഡി കോഡുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ മാട്ടോ. യവന്മാരെവിടെ പോയി കിടക്കുന്നു? ഇനി കസ്റ്റംസ് വരെ പൊക്കിയോ? പറയാനൊക്കെയല്ല. വാ, നമുക്ക് അവിടെ നോക്കാം. സാധനം കയ്യിലുണ്ടോ? എംബസിക്കാരൻ കോടം പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ സേഡികളാണ്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. വാ, എനിക്ക്. മറുകോടോ? അതെ, സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങേര് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയണമെന്നാണല്ലോ. ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകോടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ? ഓക്കേ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ സിഐഡി കോഡാ. ഒരിക്കലും നമ്മുടെ ഷേഡി കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ, വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. Yes. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. അതെ. പേടിപ്പിക്കാനും നോക്കല്ലേ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Stop shouting. സാധനം കയ്യിലുണ്ടോ? It's not a place to fight. If you continue to fight like that, I'm going to call the police. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. 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 അതെ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളും. ഇനി വൈകണ്ട, വരും, എല്ലാരും കാത്തിരിക്കുക. വരും. Priakos, you wait here. I'll take them inside. Okay. ഇതൊക്കെ ആരാ? എംബസിയിലെ വാച്ച്മാൻമാരായിരിക്കും. Give us the stuff and take the money. വാട്ട്? എംബസിയിലെ ഇന്ത്യക്കാരുമില്ലേ? ഇവരെന്തിനാ ഞങ്ങൾക്ക് പൈസ തരുന്നത്?
അത് നമ്മുടെ ഇവിടുത്തെ ചെലവിനുള്ള പണം എംബസിക്കാർ തരുമെന്ന് പറഞ്ഞു ഓർമ്മയില്ലേ? എന്ത് എംബസി? നിങ്ങൾ സാധനം കൊടുക്കണം മിസ്റ്റർ, എന്നിട്ട് കാശ് വാങ്ങി പോണം. എന്ത് സാധനം? എന്ത് സാധനോ? സാധനം കയ്യിലുണ്ടെന്ന് നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞല്ലേ? അത് ഞങ്ങളുടെ രഹസ്യ കോഡ് പറഞ്ഞു. വിജയ, Come on, give us the stuff. ഇവരെന്തായി പറയുന്നത്? എന്ത് സാധനം? ആരുടെ സാധനം? മിസ്റ്റർ, പൊട്ടംകളി കളിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടുവന്ന് ഹെറോയിൻ കൊടുത്തിട്ട് പോകുന്നതാ നല്ലത്. ഹെയർ ഓയില? ഹെയർ ഓയിൽ അല്ലടാ, ഹെറോയിൻ. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. അയ്യോ, മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം, ഞങ്ങൾ അത്രക്കാരില്ല. ഓ, ചിലപ്പോ നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. ഓഹോ. മിസ്റ്റർ, ഞങ്ങൾ യഥാർത്ഥ സീഡുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങളുടെ ചെലവിലേക്കുള്ള കാശല്ലേ, അതിങ്ങ് തരണം. ദാസാ, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക് ദാസാ. ആദ്യം ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. Where is the stuff? ദാസാ, നിന്റെ തോക്കില്ലേ? തോക്ക് പെട്ടിയിലാണോ പോക്കറ്റിലാണോ എന്നറിയില്ല. പോക്കറ്റിലുണ്ടോ നോക്ക്. ഉണ്ട് ഉണ്ട് ഉണ്ട്, പോക്കറ്റിലുണ്ട്. ഉള്ളൊക്കെ എടുത്ത് വെടിവെക്കണം. ഹാൻഡ്സ് അപ്പ്. ലീവ് ഹിം. ഹാൻഡ്സ് അപ്പ്, ലീവ് ഹാൻഡ്സ് അപ്പ്. മൂവ് മൂവ്. മൂവടാ. ഡോണ്ട് മൂവ്, ഡോണ്ട് മൂവ്. വെക്കടാ വെടി, വെടിവെക്കാൻ. വെക്കടാ വെടി. പൊട്ടിയില്ല, ഓടിക്കോ. ഇന്ത്യൻ എംബസി, ഇന്ത്യൻ എംബസി. Yes. Yes. We would like to meet Mr. Shivadasa Menon. Yes, I am Shivadasa Menon. സാറാണോ ശിവദാസ മേനോൻ? അതെ. കമ്മീഷണർ കൃഷ്ണൻ നായർ. അതെ അതെ അതെ. സാറാ കോഡെന്ന് പറഞ്ഞേ, മറുകോട് ഞങ്ങൾ പറയാം. കോടോ? ആ കൃഷ്ണൻ നായർക്ക് വട്ടാണ്. നിങ്ങളെ അന്വേഷിച്ചിനി എയർപോർട്ടിൽ നടക്കാൻ ഇടം ബാക്കിയില്ല. ഞങ്ങൾ മറുകോടും പറഞ്ഞോണ്ട് ആ എയർപോർട്ടിൽ തലങ്ങനെ വിലങ്ങനെ നടക്കായിരുന്നു സാർ. ഈ മറുകോട് കാരണം ഏതോ മയക്കുമരുന്നുകാർ പിടിച്ചോണ്ട് പോയി നല്ലോണം പ്രഹരിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തടി രക്ഷപ്പെട്ട് കിട്ടിയത്. അതെ. കഷ്ടമായി. അതെ, കഷ്ടമായിപ്പോ സാർ. എന്ത് കഷ്ടം? സാധനം കയ്യിലുണ്ടെന്ന് നിലവിളിച്ച് നടന്നിട്ടല്ലേ? അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? ആരുടെ ഭാഗത്താ തെറ്റ്? ഹലോ, പ്ലീസ് ആ. കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോ വരാം.